ആലുവ തിരുവൈരാണിക്കുളം മഹാദേവ ക്ഷേത്രത്തിലെ മംഗല്യവരദായിനിയായ ശ്രീപാർവതി ദേവിയുടെ നടതുറപ്പ് മഹോത്സവം 2025 ജനുവരി 12 ഞായർ രാത്രി 8 മണി മുതൽ ജനുവരി 23 വ്യാഴം രാത്രി 8 മണി വരെ. ക്ഷേത്ര ദർശനത്തിനായി സാധാരണ ക്യൂ കൂടാതെ വെർച്വൽ ക്യൂ ബുക്കിംഗ് സംവിധാനവും ഉണ്ടായിരിക്കുന്നതാണ്. വെർച്വൽ ക്യൂ ബുക്കിംഗ് ജനുവരി 1 മുതൽ ആരംഭിക്കുന്നു. ഓൺലൈൻ വെർച്വൽ ക്യൂ ബുക്ക് ചെയ്യാനായി സന്ദർശിക്കുക www.തിരുവൈരാണിക്കുളംടെമ്പിൾ.org. കാരുണ്യമൂർത്തിയല്ലേ കൈവല്യമടിയനും. 4 ദിവസമായി കരുമാലൂർ പഞ്ചായത്തിലെ പല വാർഡുകളിൽ വെള്ളമില്ല. പ്രതിഷേധവുമായി UDF. കരുമാലൂർ പഞ്ചായത്തിലെ വിവിധ വാർഡുകളിൽ കഴിഞ്ഞ 4 ദിവസമായി കുടിവെള്ളമില്ല. ഒരു മാസമായി എല്ലാ ആഴ്ചയിലും 4 ദിവസം വെള്ളമില്ലാതെ 5-ാം ദിവസം കുറച്ച് വെള്ളം വരും എന്ന നിലയിലാണെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. അന്ന് തന്നെ ലേനിൽ അറ്റകുറ്റപ്പണിയെന്നും മെയിൻ പൈപ്പ് പൊട്ടിയെന്നും പറഞ്ഞ് മുപ്പത്തടം AE ഒരു മെസ്സേജ് ഇടുമെന്നും 2 ദിവസം ലേനിൽ വെള്ളം വരില്ലെന്നും അറിയിക്കും. എന്നാൽ അത് 4 ദിവസം വരെ വെള്ളം ലഭിക്കാത്ത സാഹചര്യമാണ്. ഈ തകരാറ് ശാശ്വതമായി പരിഹരിക്കാൻ പഞ്ചായത്ത് പ്രസിഡന്റോ സിറ്റിംഗ് MLA മന്ത്രിയോ ഇതുവരെ ശ്രമിച്ചിട്ടില്ലെന്നാണ് ആക്ഷേപം. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ മുൻപുണ്ടായപ്പോൾ ഗവൺമെന്റ് കളക്ടറുടെ നിർദ്ദേശപ്രകാരം തഹസിൽദാർ നിർദ്ദേശിക്കുന്ന സ്ഥലങ്ങളിൽ വില്ലേജ് ഓഫീസർ വഴി ടാങ്കർ ലോറികളിൽ വെള്ളം എത്തിക്കുമായിരുന്നു. കഴിഞ്ഞ വർഷം വരെ പഞ്ചായത്തും ടാങ്കർ ലോറികളിൽ കുടിവെള്ളം എത്തിക്കുമായിരുന്നു. എന്നാൽ പഞ്ചായത്ത് പ്രസിഡന്റിന് ഇതിനൊന്നും സമയമില്ലെന്ന് പ്രതിപക്ഷ നേതാവ് AM അലി ആരോപിച്ചു. ജനങ്ങൾക്ക് അടിയന്തരമായി കുടിവെള്ളം എത്തിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് പഞ്ചായത്തിലെ UDF അംഗങ്ങൾ പഞ്ചായത്ത് പ്രസിഡന്റിനെ ഉപരോധിച്ചു. ഇത് ബഹുമാനപ്പെട്ട നമ്മളെ MLA കൂടിയായ മന്ത്രി ഈ കാര്യങ്ങളൊന്നും അറിയാനില്ല. ഈ പഞ്ചായത്തുകളിൽ എന്താണ് നടക്കണമെന്നുള്ളത് ഒരു കാര്യവും അറിയാനില്ല. പുള്ളി ഒപ്പം എന്ന് പറഞ്ഞ് കുറേ കാര്യങ്ങളായിട്ട് നടക്കുന്നുണ്ട്. ഇത് ജനങ്ങൾക്ക് ഉപകാരമുള്ള ഒരു കാര്യവും ഈ ഒപ്പത്തിൽ വരുന്നില്ല. അത്യാവശ്യം ജനങ്ങൾക്ക് വെള്ളം കൊടുക്കുക, അതില്ല. ആളുകൾക്ക് റോഡ് ഗതാഗതം സൗകര്യം ചെയ്ത് കൊടുക്കുക, അതില്ല. ആളുകൾക്ക് വെളിച്ചേക്കാനുള്ള സംവിധാനം ചെയ്യുക, അതൊന്നുമില്ല. വെറുതെ ഒപ്പം എന്ന് പറഞ്ഞുകൊണ്ട് വേറെ വല്ലവരുടെ പദ്ധതികൾക്ക് ഒപ്പം എന്നുള്ള പേരിട്ടുകൊണ്ട് നടക്കുന്ന ഒരു മന്ത്രിയാണ് നമുക്കുള്ളത്. ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് ഈ മന്ത്രിനെ പോയി കണ്ട ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ്. സ്ഥിരം സമിതി അധ്യക്ഷരായ ബീന ബാബു, മുഹമ്മദ് മെഷജൂബ്, അംഗങ്ങളായ TA മുജീബ്, EM അബ്ദുൽ സലാം, KA ജോസഫ്, KM ലൈജു, സൂസൻ വർഗീസ്, നദീറ ബിരാൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പറവൂർ.